വെൽക്കം ബാക്ക്. +1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ചാപ്റ്ററിൽ നമ്മൾ ലൂയിസ് കൺസെപ്റ്റ് അതുപോലെ VSEPR തിയറി പഠിച്ചു. ലൂയിസ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻസ് ബോണ്ടിങ് ഇൻ മോളിക്യൂൾസ്, covalent bonding and ionic bonding, but it fails to explain the shape of molecules. Also it fails to explain the difference in bond dissociation enthalpy, bond length, etc. of molecules with the same type bonds. ഒരേ തരം ബോണ്ടുള്ള മോളിക്യൂൾസിൽ ഡിഫറെൻറ്റ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വരുന്നു, ബോണ്ട് ലെങ്ത് വരുന്നു. ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻ യൂസിങ് ലൂയിസ് കൺസെപ്റ്റ്സ്. VSEPR theory that can explain shape of simple molecules, but there is no theoretical explanation. It has only limited applications. So another two important theories are proposed, that is valence bond theory and molecular orbital theory. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് വാലൻസ് ബോണ്ട് തിയറിയാണ്. വാലൻസ് ബോണ്ട് തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഹിറ്റ്ലർ ആൻഡ് ലണ്ടൻ and it was further developed by Pauling and others. We can study valence bond theory using a simple molecule, simplest molecule, hydrogen. Hydrogen molecule is formed by the combination of two hydrogen atoms. We can represent the two hydrogen atoms as HA and HB. അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ HA എന്നും HB എന്നും രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദി only interaction in HA and HB is interaction between its nucleus and electron. രണ്ട് ഹൈഡ്രജനിലും ഓരോ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള ഇൻറ്ററാക്ഷനാണ് രണ്ട് ആറ്റംസ് ആയിട്ടിരിക്കുമ്പോൾ അതിനകത്തുള്ള ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ. അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇഫ് Na represents nucleus of HA and Nb represents nucleus of HB. Ea represents electron of HA and Eb represents electron of HB. Then the only interaction in the atoms HA and HB is interaction between nucleus and electron of HA. Na and Ea, ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ. അതുപോലെ ബിയിലുള്ള ഇൻറ്ററാക്ഷൻ എന്താണ്? ന്യൂക്ലിയസ് ഓഫ് ബി HB ആൻഡ് ഇലക്ട്രോൺ ഓഫ് ബി, ഇത് തമ്മിലുള്ള ഇൻറ്ററാക്ഷൻ. ഇത് അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷനാണ്. ഫ്രീ ആയിരിക്കുമ്പോൾ ഈ ഒരു ഇൻറ്ററാക്ഷൻ മാത്രമാണ് ഇതിലുണ്ടാവുക. ആൻഡ് വെൻ ദീസ് ടു ഹൈഡ്രജൻ ആറ്റംസ് ആർ അപ്രോച്ചിങ് ഈച്ച് അതർ, ഡിസ്റ്റൻസിൽ നിന്ന് ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റംസും അടുത്തടുത്ത് വരുന്നതനുസരിച്ച് ന്യൂ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻസ് ആർ ഡെവലപ്ഡ് ബിറ്റ്വീൻ ദം. ഏതൊക്കെ അട്രാക്ഷനും റിപ്പൾഷനുമാണ് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. ഓൾറെഡി ഉള്ള അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷൻസ് ആണിത്. ഇനി ഇത് കൂടാതെ ഡെവലപ്പ് ചെയ്യാവുന്ന അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഓഫ് എ ആൻഡ് ഇലക്ട്രോൺ ഓഫ് ബി, ഈ രണ്ട് HAയും HBയും അടുത്തടുത്ത് വരുമ്പോൾ ഒന്നിൻ്റെ ന്യൂക്ലിയസും അടുത്തതിൻ്റെ ഇലക്ട്രോണും തമ്മിൽ അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യും. കാരണം ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ്. സോ Na ആൻഡ് Eb, ന്യൂക്ലിയസ് ഓഫ് എ ആൻഡ് ഇലക്ട്രോൺ ഓഫ് ബി. അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഓഫ് ബി ആൻഡ് ഇലക്ട്രോൺ ഓഫ് എ. ദീസ് ആർ അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷൻസ്. അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷൻസ് ഇതാണ്. രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് ക്ലോസ് ആയി വരുമ്പോൾ അതിനിടയിൽ ഉണ്ടാകാവുന്ന അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷൻസ്. ഇനി അതുപോലെ റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻസ്. റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻസിൽ ആദ്യത്തേത് രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് അടുത്തടുത്ത് വരുമ്പോൾ അതിൻ്റെ ന്യൂക്ലിയസുകൾ തമ്മിൽ റിപ്പൽ ചെയ്യാം, ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൽ ചെയ്യാം. ദാറ്റ് ആർ ദ റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻസ്. ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൾഷനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, റിപ്പൾഷൻ ബിറ്റ്വീൻ Ea ആൻഡ് Eb. അതുപോലെ തന്നെ റിപ്പൾഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയസ് ഓഫ് എ ആൻഡ് ന്യൂക്ലിയസ് ഓഫ് ബി. ദീസ് ആർ റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻസ്. റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻസ്. ഇപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് അടുത്തടുത്ത് വരുമ്പോൾ അതിൽ ഡെവലപ്പ് ചെയ്യാവുന്ന ഇൻറ്ററാക്ഷൻസ് ആണ് അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷൻസ് ആൻഡ് റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻസ്. By experiment, it is proved that the magnitude of attractive interaction is greater than repulsive interaction. So they are closing each other.
ന്യൂ അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷനാണ് റിപ്പൾസീവ് ഇൻറ്ററാക്ഷനേക്കാൾ കൂടുതലാവുക. സോ ദി ആറ്റംസ് ആർ അപ്രോച്ചിങ് ഈച്ച് അതർ, അട്രാക്റ്റിംഗ് ഈച്ച് അതർ, ആൻഡ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ദിസ് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻസ് ആർ ബാലൻസിങ് ഈച്ച് അതർ. എയും ബിയും തമ്മിലുള്ള ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞാൽ ഈ അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷനും റിപ്പൾസീവ് ഇൻറ്ററാക്ഷനും തുല്യമാവുന്നു. ദൂരെ ആയിരിക്കുമ്പോൾ അട്രാക്റ്റീവ് ഇൻറ്ററാക്ഷനാണ് കൂടുതൽ, അപ്പോൾ അത് അടുത്തടുത്ത് വരും. ഇനി ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തിക്കഴിഞ്ഞാൽ ഈ അട്രാക്റ്റീവ് ആൻഡ് റിപ്പൾസീവ് ഇൻറ്ററാക്ഷൻസ് ഈക്വലൈസ് ചെയ്യും, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആവും. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡിക്രീസിങ്. When the atoms are approaching each other, the energy is decreasing, and at the particular distance in which attraction and repulsion are balancing, the energy is minimum. That minimum energy distance between A and B, that corresponds to bond length. Or at the minimum energy distance, the two hydrogen atoms are bonding each other. The orbitals of two hydrogen atoms are interpenetrating and are bonding each other. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ ആറ്റംസ് അടുത്തടുത്ത് വന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലെത്തുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമം ആവും. അതുപോലെ അട്രാക്ഷനും റിപ്പൽഷനും ബാലൻസ്ഡ് ആവും. അതാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓർബിറ്റൽസ് പാർഷ്യലി ഇൻ്റർപെനിട്രേറ്റിംഗ് ആണ്, അല്ലെങ്കിൽ മെർജ് ചെയ്താണ് ഉണ്ടാവുക. ആൻഡ് ദാറ്റ് ഈസ് ദി ബോണ്ടിങ് ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ അവിടെയുള്ള അതിൻ്റെ സെൻറ്റേഴ്സുകൾ തമ്മിലുള്ള അകലത്തിന്, രണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെയും സെൻറ്റേഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് ബോണ്ട് ലെങ്ത് എന്ന് പറയുക. സോ ബോണ്ടിങ് ടേക്ക് പ്ലേസ് അറ്റ് ദി മിനിമം എനർജി ഡിസ്റ്റൻസ്, ഓർ വെൻ അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ ഇസ് ബാലൻസ്ഡ്, ബോണ്ടിങ് ടേക്ക് പ്ലേസ്. ദാറ്റ് ഈസ് ദി ബോണ്ടിങ് ഇൻ മോളിക്യൂൾ യൂസിങ് വാലൻസ് ബോണ്ട് തിയറി. സോ ഇൻ വാലൻസ് ബോണ്ട് തിയറി ദി bonding occurs through orbital overlapping. അവിടെ ഒരു ഗ്രാഫ് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ആ ഗ്രാഫിൽ നോക്കിയാൽ ഇൻ്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ പ്ലോട്ടഡ് ഇൻ ദി ഗ്രാഫ്. At distance, the energy of when the two hydrogen atoms are at a distance or separated, their energy is higher, and when they are approaching each other, the energy is decreasing. And at the minimum energy state, and a graph to lowest energy state, the two orbitals are interpenetrating, and that is the bonding distance or bond length. Bond length is 74 picometer. അപ്പോൾ അവിടെ ആ ബോണ്ടിങ് ഡിസ്റ്റൻസിൽ രണ്ട് ഹൈഡ്രജൻ ആറ്റംസും ഓർബിറ്റൽസ് ഇൻ്റർപെനിട്രേറ്റ് ചെയ്യും. അതിൻ്റെ സെൻറ്റേഴ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 74 picometer ആണ്. ആൻഡ് ദി എനർജി ഇസ് മിനിമം. അവിടെ പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും മിനിമമാണ്. ദി ബോണ്ട് എനർജി ഈസ് 435.8 kilojoules. അതായത് ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ റിലീസ് എനർജി ഏറ്റവും കുറവാണ്. അവിടെയുള്ള എനർജിക്ക് 435.8 kilojoules പറയും. ദാറ്റ് എനർജി, അത്രയും എനർജി റിലീസ് ചെയ്യുകയാണ് ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂളാകുമ്പോൾ അത്രയും എനർജി റിലീസ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് വാലൻസ് ബോണ്ട് തിയറി, ബൈ വിച്ച് atomic orbitals are combining at the minimum energy distance, forming covalent bonds. Covalent bond form ചെയ്യുന്നത് എങ്ങനെയാണ്? When two atoms are at distance, there is attractive interactions only, attraction between electron and its own nucleus. And when they are approaching each other, additional attractive and repulsive interactions are developing, attraction between nucleus of one and electron of other atom. And repulsive interactions are between the nucleus of two atoms as well as between the electron of two atoms. And magnitude of attractive interaction is greater than repulsive interaction when atoms are approaching. So the atoms are approaching each other, and at a particular distance this attraction and repulsion is balanced and energy is minimum. That minimum energy distance is called the bond length. At the minimum energy distance, the two atoms are interpenetrating. Then valence bond theory explains bonding using orbital overlap concept. Orbital എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? It is the region of space around nucleus where there is maximum probability of finding electron. ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ചില സ്ഥലങ്ങളിൽ ഇലക്ട്രോൺ കണ്ടുമുട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അതിനാണ് ഓർബിറ്റൽസ് എന്ന് പറയുക. That region of space around nucleus where there is maximum probability of finding electrons. And
Covalent bonding takes place by orbital overlapping. When attraction and repulsion are balancing each other, the energy is minimum, and at that particular distance, the orbitals are interpenetrating. That is called the orbital overlapping. Interpenetration or merging of orbital is called the orbital overlapping, and by orbital overlapping, electron pairing takes place. Half-filled orbitals ഓവർലാപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഇലക്ട്രോൺ പെയറിങ് നടന്ന് കോവലൻറ്റ് ബോണ്ടായിട്ട് മാറും. സോ വാട്ട് ഈസ് ഓർബിറ്റൽ ഓവർലാപ്പ് കൺസെപ്റ്റ് ഓഫ് കോവലൻറ്റ് ബോണ്ടിങ്? കോവലൻറ്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് വാലൻസ് ഓർബിറ്റൽസ് അറ്റ് ദി മിനിമം എനർജി ഡിസ്റ്റൻസ്. അല്ലെങ്കിൽ വെൻ അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ ഈസ് ബാലൻസ്ഡ്, ദി എനർജി ഈസ് മിനിമം, ആൻഡ് അറ്റ് ദാറ്റ് മിനിമം എനർജി ഡിസ്റ്റൻസ് the orbitals are overlapped. Half-filled valence orbitals are overlapping and electron pairing takes place. That is the orbital overlap concept of covalent bonding. And the strength of the bond formed depends on extent of overlapping. അവിടെ ഉണ്ടാകുന്ന ആ ബോണ്ടിൻ്റെ സ്ട്രെങ്ത് അതെന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുക? എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ്. എത്രമാത്രം ഓർബിറ്റൽസ് കൂടിച്ചേരുന്നു അതിനനുസരിച്ചാണ് ബോണ്ടിൻ്റെ സ്ട്രെങ്ത് വരിക. So strength of bond depends on extent of overlapping. That is valence bond theory. Covalent bond is formed by overlapping of half-filled valence orbitals at the distance where energy is minimum, and electron pairing take place at that particular distance. And strength of the bond formed depends on extent of overlapping. Then we can study the type of overlapping. ഓർബിറ്റൽസ് പരസ്പരം മർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്താണ് കോവലൻറ്റ് ബോണ്ടിങ് അല്ലെങ്കിൽ ഇലക്ട്രോൺ പെയറിങ് നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഓവർലാപ്പിംഗ് ഓർബിറ്റൽസ് പൊതുവേ ഹാഫ് ഫിൽഡ് ആയിരിക്കും. പക്ഷേ ഹാഫ് ഫിൽഡ് അല്ലാത്ത ഓർബിറ്റൽസും ഓവർലാപ്പിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇനി അടുത്ത സെക്ഷനിൽ പഠിക്കാം. അപ്പോൾ എങ്ങനെയായിരുന്നാലും ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അതിന് 3 തരം ഓവർലാപ്പിംഗ് ഉണ്ട്. പോസിറ്റീവ് ഓവർലാപ്പ്, നെഗറ്റീവ് ഓവർലാപ്പ് ആൻഡ് സീറോ ഓവർലാപ്പ്. പോസിറ്റീവ് ഓവർലാപ്പ് മീൻസ് when lobes having same sign are overlapping. ഓർബിറ്റൽസിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ്? സ്പെറിക്കൽ ഷേപ്പാണ് എസ് ഓർബിറ്റലിൽ ഉണ്ടാവുക. പി ഓർബിറ്റൽസോ ഡംബൽ ഷേപ്ഡാണ്. ഡംബൽ ഷേപ്പുള്ളതാണ് പി ഓർബിറ്റൽസ്. അപ്പോൾ നമുക്കിവിടെ എസ് ആൻഡ് പി ഓർബിറ്റൽസിൻ്റെതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ എസ് ഓർബിറ്റൽസ് അല്ലെങ്കിൽ പി ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഓവർലാപ്പ് മീൻസ് orbitals of same sign, lobes of same sign are overlapping. That is positive overlap. പോസിറ്റീവ് ലോബ്സ് തമ്മിൽ കൂടിച്ചേരുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ലോബ്സ് തമ്മിൽ കൂടിച്ചേരുന്നു. ഒരേ സൈനുള്ള ലോബ്സ് തമ്മിൽ കൂടിച്ചേരുന്നതാണ് പോസിറ്റീവ് ഓവർലാപ്പ്. എസ് ഓർബിറ്റൽസിൻ്റെ കോമ്പിനേഷൻ എപ്പോഴും പോസിറ്റീവ് ഓവർലാപ്പാണ്. കാരണം എസ് ഓർബിറ്റൽ സ്പെറിക്കലി സിമെട്രിക്കലാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡയറക്ഷനിലും ഒരേ പ്രോബബിലിറ്റിയാണ് ഇലക്ട്രോണിനുള്ളത്. സോ ദി കോമ്പിനേഷൻ ഓഫ് എസ് ഓർബിറ്റൽ ഈസ് ഓൾവേസ് പോസിറ്റീവ് ഓവർലാപ്പ്. ഇനി നെഗറ്റീവ് ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈനുള്ള ലോബ്സ് തമ്മിൽ കൂടിച്ചേരുന്നു. ദെൻ സീറോ ഓവർലാപ്പ്. സീറോ ഓവർലാപ്പ് എന്ന് പറയുന്ന ഒരു തിയററ്റിക്കൽ ഓവർലാപ്പിംഗ് മാത്രമാണ്. ഇറ്റ് ഈസ് ആൻ ഇൻഎഫക്റ്റീവ് ഓവർലാപ്പിംഗ്. 2 ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നു. ഇപ്പോൾ പി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ 3 ടൈപ്പ് പി ഓർബിറ്റൽസ് ഉണ്ട്. പി എക്സ്, പി വൈ, പി സെഡ്. പി ഓർബിറ്റൽസ് ആർ ഡംബൽ ഷേപ്ഡ് and the lobes are orienting along x-axis, that is called px. And if they are orienting along y-axis, that is py. And if the lobes are orienting along z-axis, they are called pz orbitals. And during orbital overlapping, when p orbitals of same sign are overlapping, that is positive overlap. In that picture, A, B, C and D represents positive overlap, where lobes having same sign are overlapping. ആ പിക്ചറിലുള്ള ഇ, എഫ്, ജി ആൻഡ് എച്ച് ആർ നെഗറ്റീവ് ഓവർലാപ്പ്. അവിടെ ഓപ്പോസിറ്റ് സൈനുള്ള ലോബ്സ് ആണ്. പ്ലസും മൈനസും തമ്മിൽ കൂടിച്ചേരുന്നതാണ് നെഗറ്റീവ് ഓവർലാപ്പ്. ഇനി സീറോ ഓവർലാപ്പ് നോക്കുക. ഒരു പി ഓർബിറ്റലും എസ് ഓർബിറ്റലും ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പോൾ പിയും എസും കൂടി ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് വളരെ ഇൻഎഫക്റ്റീവാണ്. അത് നോക്കുക. അവിടെ ഓവർലാപ്പിംഗ് ഒരു തിയററ്റിക്കൽ പോസിബിലിറ്റി മാത്രമാണ് അവിടെ.
അതായത് പി എക്സോ പി വൈയോ ദാറ്റ് ഈസ് ഓവർലാപ്പിംഗ് വിത്ത് അൻ എസ് ഓർബിറ്റൽ ദാറ്റ് ഈസ് ഇൻഎഫക്റ്റീവ് ഓവർലാപ്പിംഗ്. അതുപോലെ തന്നെ വേറൊന്നാണ് ഒരു പി എക്സും പി വൈയും തമ്മിൽ ഓവർലാപ്പ് ചെയ്യുക. ദേ ആർ എക്സ് വൈ ഇസഡ് ആക്സിസ് മ്യൂച്വലി പ്രിപ്പൻഡിക്കുലർ ആണ്. അപ്പോൾ ഒരേ ടൈപ്പ് ഓർബിറ്റൽസ് പി എക്സ് ക്യാൻ ഓവർലാപ്പ് വിത്ത് അനദർ പി എക്സ്, പി വൈ ക്യാൻ ഓവർലാപ്പ് വിത്ത് അനദർ പി വൈ, ഓർ പി സെഡ് ക്യാൻ ഓവർലാപ്പ് വിത്ത് അനദർ പി സെഡ്. If a px is overlapping with py or pz, that is ineffective or zero overlap. അത് തിയററ്റിക്കൽ മാത്രമാണ്. രണ്ട് ഡയറക്ഷനിലുള്ള ഓർബിറ്റൽസിനെ ഒരിക്കലും എഫക്റ്റീവായിട്ട് ഓവർലാപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് സീറോ ഓവർലാപ്പ്. ഓവർലാപ്പിങ്ങിന് 3 പോസിബിലിറ്റി: പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ ഓവർലാപ്പ്. പോസിറ്റീവ് ഓവർലാപ്പിൽ ലോബ്സ് ഹാവിങ് സെയിം സൈൻ ആർ ആഡഡ് ആർ ഓവർലാപ്പിംഗ്. ഇൻ നെഗറ്റീവ് ഓവർലാപ്പ് ലോബ്സ് ഹാവിങ് ഓപ്പോസിറ്റ് സൈൻ ആർ ഓവർലാപ്പിംഗ്. And in zero overlap, orbitals in different direction are overlapping. അല്ലെങ്കിൽ overlapping is ineffective. അതാണ് സീറോ ഓവർലാപ്പ്. പോസിറ്റീവ്, നെഗറ്റീവ്, എഫക്റ്റീവ് ഓവർലാപ്പിംഗ് ആണ്. അതേസമയം സീറോ ഓവർലാപ്പ് എന്താണ്? ഇൻഎഫക്റ്റീവ് ഓവർലാപ്പിംഗ്. അതൊരു തിയററ്റിക്കൽ പോസിബിലിറ്റി മാത്രമാണ്. ദെൻ ടൈപ്സ് ഓഫ് കോവലന്റ് ബോണ്ട്സ്. അപ്പോൾ നമ്മൾ ഓർബിറ്റൽ ഓവർലാപ്പിങ്ങിലൂടെയാണ് കോവലന്റ് ബോണ്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അതിനുള്ള പോസിബിലിറ്റി പറഞ്ഞു. ഇനി ടൈപ്പ് ഓഫ് കോവലന്റ് ബോണ്ട്സ്. Covalent bonds are classified into 2 types, sigma and pi bonds. രണ്ട് തരം കോവലന്റ് ബോണ്ട് ആണുള്ളത്, സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്സ്. സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ് അലോങ് ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ് ഓർ ദി ആക്സിയൽ ഓവർലാപ്പിംഗ്. Sigma bond is formed by overlapping along the internuclear axis, so it is called axial overlap. അല്ലെങ്കിൽ പറയും എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. ഒരു ഓർബിറ്റലിൻ്റെ എൻഡ് അടുത്തതിൻ്റെ രണ്ടിൻ്റെ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ ആക്സിയൽ ഓവർലാപ്പ് ഓർ ഓവർലാപ്പിംഗ് അലോങ് ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ദാറ്റ് റിസൾട്ട്സ് സിഗ്മ ബോണ്ട്. ആൻഡ് സിഗ്മ ബോണ്ട് ക്യാൻ ബി ഫോംഡ് ബൈ ഓവർലാപ്പിംഗ് ഓഫ് ബിറ്റ്വീൻ എസ് ഓർബിറ്റൽസ്. രണ്ട് എസ് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്താൽ ഇറ്റ് ഓൾവേസ് ഫോം സിഗ്മ ബോണ്ട്. എസ് ഓർബിറ്റലിൻ്റെ ഓവർലാപ്പിംഗ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. എസ് എസ് ഓവർലാപ്പിംഗ്. കാരണം എസ് ഓർബിറ്റൽ സ്പെറിക്കലാണ്. അപ്പോൾ സ്പെറിക്കൽ ഓർബിറ്റിൽ എല്ലാ ഡയറക്ഷനിലും ഒരേ പ്രോബബിലിറ്റിയാണ് ഇലക്ട്രോൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ് ഓർബിറ്റലിൻ്റെ ഓവർലാപ്പിംഗ് എപ്പോഴും എന്താണ്? സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുക. ഏത് ഡയറക്ഷനിൽ രണ്ട് എസ് ഓർബിറ്റൽസ്, ഇപ്പോൾ രണ്ട് എസ് ഓർബിറ്റൽസ് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇന്റർന്യൂക്ലിയർ ആക്സിസിൻ്റെ ന്യൂക്ലിയസ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്താൽ ഇതാണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ്. ഇതിൽ കൂടി ഈ ഓർബിറ്റൽസ് അടുത്തടുത്ത് വന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് റിസൾട്ട്സ് എസ് എസ് സിഗ്മ ബോണ്ട്. അങ്ങനെ ഇതിനിടയിൽ സിഗ്മ ബോണ്ട് ഉണ്ടാവും. ഇനി അതേസമയം ഈ എസ് ഓർബിറ്റൽസ് ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ അപ്രോച്ച് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. രണ്ട് എസ് ഓർബിറ്റൽസ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. അതിൻ്റെയും ഇന്റർന്യൂക്ലിയർ ആക്സിസ് അപ്പോൾ എന്താവും? ഇങ്ങനെയാവും ഇന്റർന്യൂക്ലിയർ ആക്സിസ്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ രണ്ട് എസ് ഓർബിറ്റൽസ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഓവർലാപ്പിംഗ് എന്താണ്? ഓവർലാപ്പിംഗ് അലോങ് ഇന്റർന്യൂക്ലിയർ ആക്സിസ്. സോ ദാറ്റ് ഓൾവേസ് റിസൾട്ട്സ് സിഗ്മ ബോണ്ട്. അപ്പോൾ എസ് എസ് ഓവർലാപ്പിങ്ങിലൂടെ എപ്പോഴും സിഗ്മ ബോണ്ടാണ് ഫോം ചെയ്യുക. ദെൻ സിഗ്മ ബോണ്ട് ഫോം ചെയ്യാനുള്ള അനദർ പോസിബിലിറ്റി എസ് പി ഓവർലാപ്പിംഗ്. ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും ഇന്റർന്യൂക്ലിയർ ആക്സിസിൽ കൂടി ഓവർലാപ്പ് ചെയ്യും. പിക്ചറിൽ നോക്കുക. ഒരു എസ് ഓർബിറ്റലും ഒരു പി ഓർബിറ്റലും അതിൻ്റെ ഇന്റർന്യൂക്ലിയർ ആക്സിസിൽ കൂടി ഓവർലാപ്പ് ചെയ്യുന്നു. രണ്ടിൻ്റെയും ന്യൂക്ലിയസിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസാണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് എന്ന് പറയാം. അതിൽ കൂടി രണ്ട് ഓർബിറ്റൽസ് അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? എസ് പി സിഗ്മ ബോണ്ട്. എസിനും പിക്കും ഇടയിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. ആദ്യം പറഞ്ഞത് എസ് എസ് സിഗ്മ ബോണ്ടിങ്, ദെൻ എസ് പി സിഗ്മ ബോണ്ടിങ്. ദെൻ മൂന്നാമത്തെ ഒരു പോസിബിലിറ്റി വെൻ ടു പി ഓർബിറ്റൽസ് ആർ അപ്രോച്ചിങ് അലോങ് ഇന്റർന്യൂക്ലിയർ ആക്സിസ്. രണ്ട് പി ഓർബിറ്റൽസ് ഇന്റർന്യൂക്ലിയർ ആക്സിസിൽ കൂടി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും എന്തുവരും? സിഗ്മ ബോണ്ട് ഫോം ചെയ്യാം. രണ്ടിൻ്റെയും ന്യൂക്ലിയസിൽ കൂടി കോമൺ ആയിട്ടുള്ളതാണ് ഇന്റർന്യൂക്ലിയർ ആക്സിസ്. അതിൽ കൂടി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാലും രണ്ട് ഓർബിറ്റൽസ് കൂടി ചേർന്ന് പി പി സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ സിഗ്മ ബോണ്ടിങ്ങിനുള്ള 3 പോസിബിലിറ്റി: എസ് എസ് സിഗ്മ ബോണ്ട്, ദെൻ എസ് പി സിഗ്മ ബോണ്ട്സ് ആൻഡ് പി പി സിഗ്മ ബോണ്ട്സ്. So what is sigma? How sigma bond is formed? Overlapping of two orbitals along internuclear axis. ഇനി അതേസമയം അതിനെ നമ്മൾ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്നും പറയും. Then another possibility of overlapping is
overlapping sideways or lateral overlapping. Sideways overlapping or lateral overlapping. അല്ലെങ്കിൽ ഓർബിറ്റൽസ് രണ്ട് പി ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് അതിൻ്റെ അപ്പർ ലോബ്സ് തമ്മിൽ കൂടിച്ചേരുന്നു, ലോവർ ലോബ്സ് തമ്മിൽ കൂടിച്ചേരുന്നു. അപ്പോൾ സൈഡിൽ കൂടിയാണ് ഓവർലാപ്പിംഗ് നടക്കുക. സൈഡ് വേസ് ഓവർലാപ്പിംഗ് ഓർ ലാറ്ററൽ ഓവർലാപ്പിംഗ്. ദാറ്റ് റിസൾട്ട്സ് പൈ ബോണ്ട്. രണ്ട് ആറ്റത്തിനിടയിൽ പൈ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ പൈ ബോണ്ട് ഉണ്ടാകുന്നത് സൈഡ് വേസ് ഓർ ലാറ്ററൽ ഓവർലാപ്പിങ്ങിലൂടെയാണ്. That is two type of bonding, sigma and pi bond. Sigma bond is formed by overlapping along internuclear axis or end-to-end overlapping. And it can be formed by SS overlapping, SP overlapping or PP overlapping. Pi bond is formed by sideways overlapping or lateral overlapping between two p orbitals. രണ്ട് p orbitals തമ്മിൽ sideways overlapping നടത്തിയാണ് പൈ ബോണ്ട് ഫോം ചെയ്യുക. വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ട് ഈസ് മോർ സ്ട്രോങ്ങർ, സിഗ്മ ഓർ പൈ ബോണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സ്ട്രെങ്ത് ഓഫ് ദി ബോണ്ട് ഡിപ്പെൻഡ്സ് ഓൺ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ്. എത്രമാത്രം ഓർബിറ്റൽസ് പരസ്പരം ഓവർലാപ്പ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ബോണ്ട് സ്ട്രെങ്ത് വരിക. അപ്പോൾ സിഗ്മ ബോണ്ടാണോ പൈ ബോണ്ടാണോ കൂടുതൽ സ്ട്രോങ് ആവുക? സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ഇൻ്റർന്യൂക്ലിയർ ആക്സിസിൽ കൂടിയുള്ള ഓവർലാപ്പിംഗ് ആണ്. അത് മാക്സിമം എക്സ്റ്റെൻഡ് ഓവർലാപ്പിംഗ് പോസിബിൾ ആണ്. അതേസമയം പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് ഓവർലാപ്പിംഗ് ആണ്. അപ്പോൾ ഓർബിറ്റൽസിൻ്റെ ലോബ്സ് സൈഡിൽ കൂടി മെർജ് ചെയ്യാണ് അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്യാണ്. വേർ ദി എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഈസ് ലോ. ഇൻ പൈ ബോണ്ടിങ് എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ് ഈസ് ലോ. സോ സിഗ്മ ഈസ് മോർ സ്ട്രോങ്ങർ ദാൻ പൈ. സിഗ്മയും പൈയും ഉണ്ടെങ്കിൽ അത് സിഗ്മ ബോണ്ടാണ് കൂടുതൽ സ്ട്രോങ് ആവുക. അതുപോലെ തന്നെ ഈ പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് മൾട്ടിപ്പിൾ ബോണ്ട് ഉള്ളപ്പോഴാണ്. ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ടൊക്കെ ഉള്ളപ്പോൾ അതിൽ ഒരു ബോണ്ട് സിഗ്മയും അടുത്ത ബോണ്ട് പൈയും ആയിരിക്കും. നോർമലി രണ്ട് ബോണ്ട് ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് സിഗ്മയും ഒന്ന് പൈയുമായിരിക്കും. അപ്പോൾ സിഗ്മ രണ്ട് ഓർബിറ്റൽസ് സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു സിഗ്മ ബോണ്ടിങ് സെപ്പറേഷൻ ഉണ്ട്. ഡബിൾ ബോണ്ടിലോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോണ്ടിലോ ആണ് പൈ ബോണ്ട് വരിക. അപ്പോൾ അതിൽ ഓൾറെഡി ഒരു സിഗ്മ ബോണ്ട് ഉണ്ടാവും രണ്ട് ആറ്റത്തിനിടയിൽ. അതിലേക്കാണ് സൈഡ് വൈസ് ഓവർലാപ്പിംഗ് നടക്കുക. ഇപ്പോൾ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എടുത്താൽ രണ്ട് കാർബൺ ആറ്റത്തിനിടയിൽ ഇങ്ങനെ ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്ത് ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ഇത് സിഗ്മ ബോണ്ട്. ഇനി ഇതിൻ്റെ ഓർബിറ്റൽസ് സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്താണ് പൈ ബോണ്ട് ഉണ്ടാവുക. ഈ ലോബ്സ് അപ്പർ ലോബ്സ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും, ലോവർ ലോബ്സ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. അങ്ങനെയാണ് പൈ ബോണ്ട് ഉണ്ടാവുക. അപ്പോൾ എന്താണ്, ഈ രണ്ടാറ്റത്തിനിടയിൽ ഓൾറെഡി ഒരു സിഗ്മ ബോണ്ടിങ് സെപ്പറേഷൻ ഉണ്ട്. അതുകൂടാതെയാണ് സൈഡ് വൈസ് ഓവർലാപ്പിങ്ങിലൂടെ പൈ ബോണ്ട് വരിക. സോ സിഗ്മ ബോണ്ട് ഈസ് ഓൾവേസ് സ്ട്രോങ്ങർ ദാൻ പൈ ബോണ്ട്. രണ്ട് ടൈപ്പ് ബോണ്ടിൽ സിഗ്മ ഈസ് മോർ സ്ട്രോങ്ങർ സിൻസ് ദർ ഈസ് ഗ്രേറ്റർ എക്സ്റ്റെൻഡ് ഓഫ് ഓവർലാപ്പിംഗ്. In order to explain the bonding in polyatomic molecules, Pauling introduced the concept of hybridization. He introduced the concept of hybridization to explain the bonding in polyatomic molecules. And we can explain hybridization using the example of methane molecule. Methane molecule bonding ഉപയോഗിച്ച് നമുക്ക് hybridization എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. സെൻട്രൽ ആറ്റം ഏതാണ് മീഥൈനിൽ? കാർബൺ ഈസ് ദി സെൻട്രൽ ആറ്റം. And the electronic configuration of carbon. കാർബണിൻ്റെ കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 6 ആണ്. കാർബണിൽ 2, 4 ആണ് വരിക. 2 എന്ന് പറഞ്ഞാൽ ആ രണ്ട് ഇലക്ട്രോൺ എസ് ഓർബിറ്റലിൽ, ഫസ്റ്റ് എസ് ഓർബിറ്റലിൽ വരും, 1s2. ദെൻ സെക്കൻഡ് ഷെല്ലിൽ എസ് ആൻഡ് പി ഓർബിറ്റൽസ് ഉണ്ട്. എസ് ഓർബിറ്റലിൽ എപ്പോഴും രണ്ട് ഇലക്ട്രോണേ വരും, 2s2. ദെൻ ബാക്കിയുള്ള രണ്ട് ഇലക്ട്രോണ് 2p ഓർബിറ്റലിലും വരും. ഇതാണ് കാർബണിൻ്റെ നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇറ്റ് ഈസ് കോൾഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് കാർബൺ. ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ ആണിത്. 1s2, 2s2, 2p2. വാലൻസ് ഷെൽ ഏതാണ്? ഇതാണ് വാലൻസ് ഷെൽ. 2s സെക്കൻഡ് ഷെല്ലാണ് വാലൻസ് ഷെല്ല്. എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്.
ഇനി നമുക്കിത് ഹൈബ്രിഡൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്കിതിനെ ഓർബിറ്റൽ, ഈ വാലൻസ് ഓർബിറ്റൽസിനെ ബോക്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ഓർബിറ്റലിനെ ഒരു സിംഗിൾ ബോക്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. വാലൻസ് ഓർബിറ്റൽസ് ആണ് ബോക്സ് റെപ്രസെൻറ്റേഷനിൽ യൂസ് ചെയ്യുക. ദിസ് ഈസ് 2s ഓർബിറ്റൽ. ഇതൊരു ഓർബിറ്റലിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ്. അതിൽ 2sന് 2 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിനെ ആരോസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഈ 2 ഇലക്ട്രോണിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, സ്പിൻ ഡയറക്ഷൻ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇങ്ങനെ 2 ആരോസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം 2s. ഇനി 2pയിൽ പി സബ്ഷെൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 ഓർബിറ്റൽസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. px, py, pz. അപ്പോൾ 3 ബോക്സ്, അതിനെല്ലാത്തിനും ഈ 3 പി ഓർബിറ്റൽസിനും ഒരേ എനർജിയാണ്. px, py, pzന് ഒരേ എനർജിയാണ്. അപ്പോൾ 3 ബോക്സ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിനേക്കാൾ എനർജി കൂടുതലുള്ളതുകൊണ്ട് ഒരു ഗ്യാപ്പ് കൊടുക്കുക. ഇനി 3 പി ഓർബിറ്റൽസ്, 3 ബോക്സസ് ഒരുമിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഇലക്ട്രോൺ എത്രയുണ്ട്? 2 ഇലക്ട്രോണാണ് പി സബ്ഷെല്ലിലുള്ളത്. ദിസ് ഈസ് 2p. 3 ബോക്സ് വരയ്ക്കാൻ കാരണം 3 പി ഓർബിറ്റൽസ് ഉണ്ടാവും എപ്പോഴും. px, py, pz. അതിൽ 2 ഇലക്ട്രോൺ ഉണ്ട്. ഈ 2 ഇലക്ട്രോൺ എപ്പോഴും ഓരോ ഓർബിറ്റലിൽ ആയിട്ടാണ് എൻ്റർ ചെയ്യുക. ഈ 3ലും ഓരോന്ന് വന്നു കഴിഞ്ഞാൽ 4ാമത്തെ ഇലക്ട്രോൺ മാത്രമേ ഒന്നിൽ പെയർ ചെയ്യൂ. ഒരു ഓർബിറ്റലിൽ 2 ഇലക്ട്രോണേ പറ്റൂ. അപ്പോൾ അതാണ് ഇവിടെ 2 ഇലക്ട്രോൺ കൊടുത്തു, ആദ്യത്തെ 2 ഇലക്ട്രോൺ. ഇനി 2pയിൽ ആകെ 2 ഇലക്ട്രോണേ കാർബണിലുള്ളൂ. അത് 2 സെപ്പറേറ്റ് ഷെല്ലിലാണ്, 2 സെപ്പറേറ്റ് ഓർബിറ്റലിലാണ് എൻ്റർ ചെയ്യുക. 4ാമതൊരു ഇലക്ട്രോൺ വന്നാൽ മാത്രമേ ഇലക്ട്രോൺ പെയറിങ് നടക്കും. അതൊക്കെ നിങ്ങൾ ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കുമ്പോൾ പഠിക്കും. ഇതാണ് കാർബണിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷൻ. ഇനി വാലൻസ് ബോണ്ട് തിയറിയിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? കോവലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദി ഓവർലാപ്പിംഗ് ഓഫ് ഹാഫ് ഫിൽഡ് വാലൻസ് ഓർബിറ്റൽസ്. യൂഷ്വലി ഹാഫ് ഫിൽഡ് വാലൻസ് ഓർബിറ്റൽസ് ആണ്. എപ്പോഴും അങ്ങനെ ആവണോ നിർബന്ധമില്ല. അപ്പോൾ ഇവിടെ എത്ര ഹാഫ് ഫിൽഡ് വാലൻസ് ഓർബിറ്റൽ ഉണ്ട്? 2s കംപ്ലീറ്റ്ലി ഫിൽഡാണ്. 2pയിൽ 2 ഹാഫ് ഫിൽഡ് വാലൻസ് ഓർബിറ്റൽസ് ഉണ്ട്. ഒന്ന് എം ടി ആണ്. അപ്പോൾ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസേ ഉള്ളൂ. വാലൻസ് ബോണ്ട് തിയറി അനുസരിച്ച് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആർ ഓവർലാപ്പിംഗ്. അപ്പോൾ ഇവിടെ 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസേ ഉള്ളൂ. അപ്പോൾ അതിന് 2 ബോണ്ടല്ലേ ഫോം ചെയ്യാൻ പറ്റൂ. ദിസ് കാർബൺ ക്യാൻ ഫോം ഓൺലി 2 bonds സിൻസ് ദർ ഈസ് ഓൺലി 2 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ്. അപ്പോൾ ഇവിടെ അതേസമയം CH4ൽ എത്ര ബോണ്ടുണ്ട്? 4 കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഈ 4 ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഈ ഒരു കോൺഫിഗറേഷൻ വെച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇൻ ഓർഡർ ടു ഫോം 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ്, one of this 2s electron, this paired 2s electron is excited to the empty 2p orbital. അപ്പോൾ ഇതിന് തൊട്ടടുത്തുള്ള ഈ ഒരു p ഓർബിറ്റൽ empty ആണ്. അതിലേക്ക് ഈ ഒരു പെയർഡ് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യുന്നു. That results excited configuration. എക്സൈറ്റഡ് കോൺഫിഗറേഷൻ എന്ത് വരും? എക്സൈറ്റഡ് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ ഈസ് 1s2, 2s1, 2p3. ഈ 2sലെ ഒരു ഇലക്ട്രോൺ 2pയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ ബോക്സ് റെപ്രസെൻറ്റേഷൻ എങ്ങനെ ഉപയോഗിക്കാം? എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 2sൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. 2pയിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. 3 ബോക്സസ് 2p. അതിൽ ഈ ഒരു ഇലക്ട്രോൺ, ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെയാകുമ്പം എന്താ വരിക? 3 പി ഓർബിറ്റലും ഓരോ ഇലക്ട്രോൺ വന്നു. ഇലക്ട്രോൺ ഇവിടെ പെയർ ചെയ്യില്ല, സിംഗിളായിട്ടാണ് നിൽക്കുക. ദാറ്റ് ഈസ് എക്സൈറ്റഡ് കോൺഫിഗറേഷൻ. അപ്പോൾ ഇവിടെ ഈ എക്സൈറ്റഡ് കോൺഫിഗറേഷനിൽ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയി. അപ്പോൾ നമുക്കിവിടെ 4 ബോണ്ട് ഫോം ചെയ്യേണ്ടത് കൊണ്ടാണ് ഇവിടെ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ഹൈബ്രിഡൈസേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹൈബ്രിഡൈസ് ചെയ്യാൻ എപ്പോഴും ഇങ്ങനെ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യണമെന്നില്ല. എന്തിനാണ് ഇവിടെ ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യുന്നത്? 4 CH ബോണ്ട് ഫോം ചെയ്യണം. അപ്പോൾ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യുക. ഹൈബ്രിഡൈസ് ചെയ്യാൻ വേണ്ടിയല്ല, 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്തു. ഇപ്പോൾ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആയി. ഇനി ഈ CH4ലെ 4 CH ബോണ്ടും എക്സാക്ട്ലി ഈക്വലൻ്റ് ആണ്. ഒരേ ബോണ്ട് ലെങ്താണ്, ഒരേപോലെയുള്ള 4 ബോണ്ടാണ് CH4ലുള്ളത്. പക്ഷേ ഇവിടെ നോക്കിയാൽ നമുക്ക് 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ഉണ്ട്. പക്ഷേ അതിലൊന്ന് എസ് ഓർബിറ്റലാണ്, ബാക്കി 3 പി ഓർബിറ്റലാണ്. ദേ ഹാവ് ഡിഫറൻസ് ഇൻ സ്മോൾ ഡിഫറൻസ് ഇൻ എനർജി. ഈ 2s ഉം 2p തമ്മിൽ ചെറിയൊരു എനർജി ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു സെപ്പറേഷൻ ഗ്യാപ്പ് ഇവിടെ വരിക. സ്മോൾ എനർജി ഡിഫറൻസ് ആണ്.
അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പിലും ഡിഫറൻസ് ഉണ്ട് അല്ലേ. എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണ്? ഓർബിറ്റൽ ഷേപ്പ് നോക്കിയാൽ ഇവിടെ നമ്മൾ സ്ക്വയർ റെപ്രസെൻ്റ് ചെയ്യുന്നു, പക്ഷേ ഓർബിറ്റൽ ഷേപ്പ് നോക്കിയാൽ എസ് ഓർബിറ്റൽ സ്പെറിക്കലാണ്, പി ഓർബിറ്റൽ ഡംബലാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഷേപ്പുള്ള സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ എനർജിയുള്ള ഓർബിറ്റൽസാണ് ഇവിടെയുള്ളത്, 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ്. ഇതിങ്ങനെ തന്നെ ഹൈഡ്രജൻ്റെ എസ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബോണ്ട് ഒരേപോലെ ആയിരിക്കുമോ? അല്ല. പക്ഷേ CH4 4 ബോണ്ടും ഈക്വലൻ്റ് ആണ്, ഒരേപോലത്തെ ബോണ്ടാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇക്വലൻസി ഓഫ് 4 ബോണ്ട്സ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യുക. ദിസ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ബിഫോർ ഓവർലാപ്പിംഗ് ദേ ആർ ഇൻ്റർമിക്സിങ് ഫോമിങ് 4 hybrid orbitals that are equivalent in energy and identical in shape. ഇപ്പോൾ ഒരേ ടൈപ്പ് ബോണ്ട് ഉണ്ടാകണമെങ്കിൽ ഈ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസും ഓവർലാപ്പ് ചെയ്യുന്നതിന് മുൻപ് അത് പരസ്പരം മിക്സ് ചെയ്യുന്നു, ഇൻ്റർമിക്സ് ചെയ്യുന്നു. അങ്ങനെ മിക്സ് ചെയ്ത് ഒരേ ക്യാരക്ടറുള്ള, ഒരേ ഷേപ്പും ഒരേ എനർജിയുമുള്ള പുതിയ 4 ഓർബിറ്റൽസ് ആയിട്ട് മാറും. ഇവിടെ ഡിഫറെൻ്റ് എനർജിയാണ്, ഡിഫറെൻറ്റ് ഷേപ്പാണ്. ആ 4 ഓർബിറ്റൽസ് ഇൻ്റർമിക്സ് ചെയ്ത് പുതിയ 4 ഓർബിറ്റൽസ് ആവും. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇക്വലൻ്റ് ഇൻ എനർജി ആൻഡ് ഷേപ്പ്. ദിസ് new 4 orbitals are equivalent in energy and identical in shape. And that new orbitals, they are called hybrid orbitals. This intermixing is called hybridization and new orbitals are called hybrid orbitals. അതിൻ്റെ പ്രത്യേകത എന്താണ്? They are equivalent in energy and shape. അതുപോലെ എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ ഇൻ്റർമിക്സ് ചെയ്യുക അത്രയും പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ. ഇപ്പം നമുക്ക് ഹൈബ്രിഡൈസേഷൻ എന്ത് പറയാം? ദിസ് ഈ ഇൻ്റർമിക്സിങ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് എനർജി. ഹൈ എനർജി ഡിഫറൻസ് ഉള്ള ഓർബിറ്റൽസ് ഒരിക്കലും കമ്പൈൻ ചെയ്യില്ല, ഇൻ്റർമിക്സ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ഇൻ്റർമിക്സിങ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് എനർജി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ എനർജി. It is intermixing of atomic orbitals of almost similar energy and different shape to form same number of new orbitals which are equivalent in energy and identical in shape. ഒരേ എനർജിയും ഷേപ്പുമുള്ള അത്രയും എത്ര ഓർബിറ്റൽ മിക്സ് ചെയ്യുന്നോ അത്രയും പുതിയ ഓർബിറ്റൽസ് ഉണ്ടാവും. They are called hybrid orbitals and the phenomenon is called hybridization. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഹൈബ്രിഡൈസേഷൻ. എന്താണ്? Intermixing of atomic orbitals of slightly different energy and shape to form same number of new orbitals which are equivalent in energy and identical in shape. That is called hybridization. ഇവിടെ ഈ 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസിന് ഡിഫറെൻ്റ് എനർജിയാണ്, ഷേപ്പാണ്. അപ്പോൾ ഓവർലാപ്പ് ചെയ്യുന്നതിന് മുൻപ് ഈ 4 ഓർബിറ്റൽസും കൂടി ഇൻ്റർമിക്സ് ചെയ്യുന്നു. ദിസ് 4 ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആർ ഇൻ്റർമിക്സിങ്. 1 s orbital and 3 p orbitals are intermixing. So the hybridization is called sp3 hybridization. ഇവിടെ ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റലും കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് ഇസ് കോൾഡ് sp3 ഹൈബ്രിഡൈസേഷൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു എസ്സും 3 പിയും കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ട് sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. ആൻഡ് എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും? ഈ 4 ഓർബിറ്റൽസും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടാവും? 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. അതിനെല്ലാം ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റലിനും ഒരേ എനർജിയാണ്, ഒരേ ഷേപ്പാണ്. ഹൈബ്രിഡ് ഓർബിറ്റൽസിനെ നമ്മൾ സാധാരണ റെപ്രസെൻ്റ് ചെയ്യാം ഒരു ബിഗ് ലോബും ഒരു സ്മോൾ ലോബും കൂടി ഉപയോഗിച്ചിട്ടാണ്. എസും ബിയും കൂടി ചേർന്നുണ്ടാകുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഒരു ബിഗ് ലോബും ഒരു സ്മോൾ ലോബും. അപ്പോൾ എല്ലാ ഹൈബ്രിഡ് ഓർബിറ്റലിനും ഈ ഒരു ഷേപ്പാണ് വരിക. എസ് ഓർബിറ്റലും പി ഓർബിറ്റലും ഒക്കെ ഷേപ്പ് നമുക്കറിയാം. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇങ്ങനെ ഒരു ഷേപ്പാണ് വരിക, 1 ബിഗ് ലോബ് ആൻഡ് എ സ്മോൾ ലോബ്. അപ്പോൾ ഇവിടെ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും ആൻഡ് ഈച്ച് ഓഫ് ദി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഹാവ് ദിസ് ഷേപ്പ്. ആൻഡ് ദീസ് 4 hybrid orbitals are also directional in nature. ബോണ്ട് ഡയറക്ഷനിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും 4 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ടായി. ആ 4 ഹൈബ്രിഡ് ഓർബിറ്റലും ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്കാണ്. അല്ലെങ്കിൽ ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയറിംഗ് ആണ് അവിടെ നടക്കുക. അപ്പോൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാവും. അപ്പോൾ റിപ്പൽഷൻ കുറയുന്ന രീതിയിൽ മാക്സിമം ഡിസ്റ്റൻസിലാണ് ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസും അറേഞ്ച് ചെയ്യുക.
അപ്പോൾ ഉണ്ടാകുന്ന സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഈ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഏത് ഷേപ്പിലായിരിക്കും അറേഞ്ച് ചെയ്യുക? ടെട്രാഹീഡ്രലി അറേഞ്ച് ചെയ്യുന്നു. ദിസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ അറേഞ്ച്ഡ് അറൗണ്ട് ദി കാർബൺ ആറ്റം ഇൻ എ ടെട്രാഹീഡ്രൽ മാനർ. ഇതാണ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ടെട്രാഹീഡ്രലി അറേഞ്ച് ചെയ്യുന്നു. And these 4 hybrid orbitals, they are equivalent in energy and identical in shape, and they are overlapping with the 1s orbital of hydrogen. These 4 hybrid orbitals are overlapping with the 1s orbital of hydrogen. That is hybridization. അപ്പോൾ hybridization എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയില്ലേ? അപ്പം അതിനൊരു പർട്ടിക്കുലർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ hybridization എന്ന് പറഞ്ഞാൽ intermixing of atomic orbitals of slightly different energy and shape to form same number of new orbitals that are equivalent in energy and identical in shape. And the new orbitals are called hybrid orbitals. Then hybrid orbitals ഡയറക്ഷനിലാണ്, അതിനനുസരിച്ചാണ് മോളിക്കുലാർ ഷേപ്പ് വരിക. ഡിഫറെൻറ്റ് ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. മീഥേനിലുള്ള ഹൈബ്രിഡൈസേഷൻ നമ്മൾ sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. ഹൈബ്രിഡൈസേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ദി നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് ആർ ഇൻ്റർമിക്സിങ്. എത്ര അറ്റോമിക് ഓർബിറ്റൽ മിക്സ് ചെയ്യുന്നോ അത്രയും ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോം ചെയ്യും. അതാണ് ഫസ്റ്റ് പോയിന്റ്. നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോംഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് ആർ ഇൻ്റർമിക്സിങ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, these hybrid orbitals are equivalent in energy and shape. എനർജിയിലും ഷേപ്പിലും ഇക്വലൻ്റ് ആയിട്ടുള്ളതാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റലിന് എനർജിയിൽ സ്ലൈറ്റ് ഡിഫറൻസ് വരാം, ഷേപ്പിൽ ഡിഫറൻസ് വരാം. പക്ഷേ ഹൈബ്രിഡ് ഓർബിറ്റൽ എന്താണ്? ഒരേ എനർജിയും ഒരേ ഷേപ്പുമാണ്. ഇക്വലൻ്റ് ഇൻ എനർജി ആൻഡ് ഐഡൻറ്റിക്കൽ ഇൻ ഷേപ്പ്. ദറ്റ് ഈസ് സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്. ഇനി മൂന്നാമത്തത്, ദിസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ മോർ എഫക്റ്റീവ് ഇൻ ബോണ്ടിങ് ദാൻ അറ്റോമിക് ഓർബിറ്റൽസ്. ഇങ്ങനെ ഇൻ്റർമിക്സ് ചെയ്തുണ്ടാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് അറ്റോമിക് ഓർബിറ്റൽസിനേക്കാൾ കൂടുതൽ എഫക്റ്റീവായിട്ട് ബോണ്ട് ചെയ്യാൻ കഴിയുക. കൂടുതൽ സ്ട്രോങ് ആയ ബോണ്ട് അല്ലെങ്കിൽ കൂടുതൽ എഫക്റ്റീവായ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഏതാണ്ട് എല്ലാ മോളിക്യൂൾസിലും ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓർബിറ്റൽസ് ആണുള്ളതെങ്കിൽ അത് മിക്സ് ചെയ്ത് ഒരേ ക്യാരക്ടർ വന്നിട്ടാണ് അത് ഓവർലാപ്പ് ചെയ്യുക. So hybrid orbitals are more effective in bonding than that of atomic orbitals. That is the third characteristic. ഇനി വേറൊന്ന്, hybrid orbitals are directional in nature. They are they are arranged as far apart as possible, and that gives geometry of molecule. Hybrid orbitalsൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് മോളിക്കുലാർ ജോമെട്രി വരിക. So the type of hybridization indicates geometry of molecule. ഹൈബ്രിഡൈസേഷൻ ഏത് ടൈപ്പാണെന്നുള്ളതനുസരിച്ച് നമുക്ക് മോളിക്യൂളിൻ്റെ ജോമെട്രി പറയാം. അതായത് sp3 ഹൈബ്രിഡൈസേഷനിൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ അത് മാക്സിമം ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്താൽ ടെട്രാഹീഡ്രൽ ജോമെട്രിയാണ് കിട്ടുക. 109.5 ഡിഗ്രി ആംഗിളുള്ള ടെട്രാഹീഡ്രൽ ജോമെട്രിയാണ് sp3 ഹൈബ്രിഡൈസേഷനിൽ കിട്ടുക. So from the type of hybridization we can predict the geometry of molecule. So hybrid orbitals are directional in nature. That are the important characteristics. Number of hybrid orbitals is equal to number of atomic orbitals that are intermixing, and hybrid orbitals are equivalent in energy and identical in shape. Then hybrid orbitals are more effective in bonding than atomic orbitals. അടുത്തെന്താണ്? hybrid orbitals are directional in nature. Then what are the conditions for hybridization? ഹൈബ്രിഡൈസേഷന് ആവശ്യമായ ചില കണ്ടീഷൻസ് ഉണ്ട്, അതുപോലെ എസെൻഷ്യൽ അല്ലാത്ത ചില കണ്ടീഷൻസും ഉണ്ട്. ഒന്നാമത്തേത്, only valence orbitals are involved in hybridization. ഹൈബ്രിഡൈസേഷനിൽ ഒരു ആറ്റത്തിലുള്ള വാലൻസ് ഓർബിറ്റൽ, സെൻട്രൽ ആറ്റത്തിലുള്ള വാലൻസ് ഓർബിറ്റൽസ് ആണ് ഇൻ്റർമിക്സ് ചെയ്യുക. സോ വാലൻസ് ഓർബിറ്റൽസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഹൈബ്രിഡൈസേഷൻ. വേറൊരു കണ്ടീഷൻ, ദി ഇൻ്റർമിക്സിങ് ഓർബിറ്റൽസ് ഷുഡ് ബി ഓഫ് ഓൾമോസ്റ്റ് സിമിലർ എനർജി. വെരി ഹൈ എനർജി ഡിഫറൻസ് ഉള്ള ഓർബിറ്റൽസ് ഒരിക്കലും ഇൻ്റർമിക്സ് ചെയ്യില്ല. അടുത്തടുത്തുള്ള ഓർബിറ്റൽസ്, എനർജിയിൽ ഏതാണ്ട് ക്ലോസ് ആയിട്ടുള്ള ഓർബിറ്റൽസ്, ഓൾമോസ്റ്റ് സിമിലർ എനർജിയുള്ള ഓർബിറ്റൽസാണ് ഇൻ്റർമിക്സ് ചെയ്യുക. അപ്പോൾ എന്താണ്? വാലൻസ് ഓർബിറ്റൽസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഇൻ്റർമിക്സിങ് ഓർബിറ്റൽസ് ആർ ഓഫ് ഓൾമോസ്റ്റ് സിമിലർ എനർജി. ദെൻ നമ്മൾ നേരത്തെ മീഥേൻ മോളിക്യൂളിൽ പറഞ്ഞു, ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. ഗ്രൗണ്ട് സ്റ്റേറ്റ് കോൺഫിഗറേഷനിൽ നിന്നും
ഒരു ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്തിട്ടാണ് ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ഇൻ്റർമിക്സിങ് നടക്കുക. അതെന്തിനാണ് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യുന്നത്? ആവശ്യമായ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് അല്ലെങ്കിൽ ആവശ്യമായ വാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ നടത്തുക. എത്ര ബോണ്ട് ഫോം ചെയ്യണം, എത്ര കോവലന്റ് ബോണ്ട് ഉണ്ടാക്കണം, അതിനനുസരിച്ചാണ് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ നടക്കുക. സോ ഇറ്റ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ഹൈബ്രിഡൈസേഷൻ. Electron excitation is not an essential condition for hybridization. Electron is excited in order to create necessary valencies. ഇപ്പോൾ ഹൈബ്രിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇലക്ട്രോൺ എക്സൈറ്റേഷൻ നടത്തുക. പല മോളിക്യൂൾസിലും എക്സൈറ്റ് ചെയ്യാതെ തന്നെ ഹൈബ്രിഡൈസേഷൻ നടക്കും. നമ്മൾ ഇനി ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് പഠിക്കും. സോ ഇലക്ട്രോൺ എക്സൈറ്റേഷൻ ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ ഹൈബ്രിഡൈസേഷൻ. അതുപോലെ വേറൊരു നോൺ എസെൻഷ്യൽ കണ്ടീഷനാണ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആർ നോട്ട് ഓൾവേസ് നെസസറി ഫോർ ഹൈബ്രിഡൈസേഷൻ. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആണ് ഉപയോഗിക്കുക. പക്ഷേ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് തന്നെ വേണമെന്നില്ല ഹൈബ്രിഡ് ഓർബിറ്റൽസിന്. ഫിൽഡ് ഓർബിറ്റലും അതുപോലെ എം ടി ഓർബിറ്റൽസ് ദേ ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ഹൈബ്രിഡൈസേഷൻ. നമ്മളിനി അതിനുള്ള ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് പഠിക്കും. സോ ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആർ നോട്ട് എസെൻഷ്യൽ ഫോർ ഹൈബ്രിഡൈസേഷൻ. എന്തൊക്കെയാണ് നോൺ എസെൻഷ്യൽ ആയിട്ടുള്ളത്? ഇലക്ട്രോൺ എക്സൈറ്റേഷൻ ആൻഡ് ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് ആർ നോട്ട് ഓൾവേസ് റിക്വയർഡ് ഫോർ ഹൈബ്രിഡൈസേഷൻ. ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ ഉണ്ട്. അത് ഡിഫറെൻറ്റ് മോളിക്യൂൾസിൻ്റെ ഹൈബ്രിഡൈസേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങളാണ് പഠിച്ചത്. വാലൻസ് ബോണ്ട് തിയറി, അതിൻ്റെ വാലൻസ് ബോണ്ട് ഫോം ചെയ്യുന്നത് ഓർബിറ്റൽ ഓവർലാപ്പിങ്ങിലാണ്. മിനിമം എനർജിയിൽ പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്നു. അതിന് ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ഉണ്ട്. പോസിറ്റീവ് ഓവർലാപ്പ്, നെഗറ്റീവ് ഓവർലാപ്പ്, സീറോ ഓവർലാപ്പ്. ഇനി ഓർബിറ്റൽ ഓവർലാപ്പിലൂടെ രണ്ട് ടൈപ്പ് ബോണ്ട് ഫോം ചെയ്യുന്നു, സിഗ്മ ആൻഡ് പൈ ബോണ്ട്. സിഗ്മ ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഓവർലാപ്പിംഗ് അലോങ് ഇന്റർന്യൂക്ലിയർ ആക്സിസ് or axial overlap, and pi bond is formed by sideways or lateral overlapping. And sigma is more stronger than pi bond since there is greater extent of overlapping. Then hybridization. Hybridization is intermixing of atomic orbitals of slightly different energy and shape to form same number of new orbitals that are equivalent in energy and identical in shape. ഇപ്പോൾ ഹൈബ്രിഡൈസ് ചെയ്യുന്ന ഓർബിറ്റൽസിന് ചെറിയ എനർജി ഡിഫറൻസ്, ഓൾമോസ്റ്റ് സിമിലർ എനർജിയുള്ള ഓർബിറ്റൽസ് ആയിരിക്കണം. ഡിഫറെൻറ്റ് ഷേപ്പ് വരാം. മിക്സ് ചെയ്ത് അത്രയും നമ്പർ പുതിയ ഓർബിറ്റൽ ഉണ്ടാവും. അതിന് ഒരേ എനർജിയും ഒരേ ഷേപ്പും ആവും. ബാക്കിയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഹൈബ്രിഡൈസേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.